ഡെന്റൽ ഇംപ്ലാന്റ് ചെയ്യുവാൻ വരുന്ന രോഗി ആദ്യം ഡോക്ടറോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഡോക്ടർ, ഇതിന്റെ ഗ്യാരണ്ടി എന്താണ്? എത്ര നാൾ ഇത് നിലനിൽക്കും? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രോഗി തന്നെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ആക്റ്റീവ് പാർട്ടിസിപ്പന്റ്. രോഗിയിലുണ്ടാകുന്ന വായ്ക്കകത്തെ മോണരോഗങ്ങൾ അല്ലെങ്കിൽ പല്ലിനകത്തെ കേടുകൾ ഇംപ്ലാന്റിന്റെ ലൈഫിനെ ബാധിക്കാം. രോഗിയിലുണ്ടാകുന്ന ബാക്കിയുള്ള അസുഖങ്ങൾ, ഡയബറ്റീസ്, ഓസ്റ്റിയോപോറോസിസ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിലും ഇംപ്ലാന്റിന്റെ ലൈഫിനെ കാര്യമായി ബാധിക്കാം. പേഷ്യന്റ് കഴിക്കുന്ന മരുന്നുകൾ, ഓസ്റ്റിയോപോറോസിസിന് കഴിക്കുന്ന ബിസ്ഫോസ്ഫനേറ്റ്സ് ഇങ്ങനെയുള്ള മരുന്നുകൾ, അല്ലെ റേഡിയേഷൻ തെറാപ്പി ചെയ്തിട്ടുള്ള അല്ലെ ഇമ്മ്യൂണോസപ്രസൻ തെറാപ്പി ചെയ്തവർക്ക് ഇംപ്ലാന്റിന്റെ ലൈഫിനെ ബാധിക്കാം. പേഷ്യന്റിന്റെ ഹാബിറ്റ്സുകൾ, സ്മോക്കിംഗ്, ഹെവി ഡ്രിങ്കിങ്, അല്ലെങ്കിൽ പേഷ്യന്റ് പല്ല് കടിക്കുന്നത്, ഗ്രൈൻഡ് ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ ഇംപ്ലാന്റിന്റെ ലൈഫിനെ ബാധിക്കാവുന്നതാണ്. അപ്പോൾ ഇംപ്ലാന്റിലേക്ക് പോകുന്ന ഒരു രോഗി ആദ്യം ഇതിനെക്കുറിച്ച് നല്ലൊരു അവബോധം ഉണ്ടാകുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഫോളോ ചെയ്യുക ഡോക്ടർ പ്രസ്ലി തോമസ്. താങ്ക് യു.